പ്രിയമുള്ളവരെ നമസ്കാരം. വിഷുവൊക്കെ ഇന്നലെ കഴിഞ്ഞു. അപ്പോഴാണ് ഒരു വിഷു കൈനീട്ടവുമായിട്ട് വരുന്നത് അല്ലേ. അതായത് നമ്മൾ ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ഇന്നലെ ചെറിയൊരു സാങ്കേതിക തകരാറുണ്ട്. ഇന്നലെ നമുക്കിത് ഈ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ വിഷുവിന് എല്ലാവരും കൈനീട്ടം തന്നു, പക്ഷേ ഞാനായിട്ടൊരു കൈനീട്ടം തന്നില്ല. അതുകൊണ്ട് ഇന്നൊരു കൈനീട്ടം തരാൻ വേണ്ടിയിട്ടാണ് PSCക്ക് പഠിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ഈ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ PSCയുടെ ഒരു കൂട്ടം പരീക്ഷകൾ 2025 വരാനിരിക്കുകയാണ്. 2025-ലും 2026-ലൊക്കെ ആയിട്ട് കുറേ പരീക്ഷകൾ നടക്കുകയാണ്. അതേപോലെ തന്നെ 2026 നോട്ടിഫിക്കേഷൻ വരും എന്നാണ് LP UPയുടെ പരീക്ഷയെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നതും കരുതുന്നതും. 2027 പരീക്ഷ നടക്കും, ചിലപ്പോൾ 2026 തന്നെ പരീക്ഷ നടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം പരീക്ഷകൾ എഴുതാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പല ഉദ്യോഗാർത്ഥികളുടെയും ഒരു പ്രത്യേകം ഒരു പരിഗണന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പരാതി എന്ന് പറയുന്നത്, എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കരമായ ഫീസാണ് PSC കോച്ചിങ് സെൻറ്ററുകളിലും PSC ആപ്പുകളിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ക്ലാസ്സുകൾക്ക് സ്വാഭാവികമായും ഫീസ് കൂടുതലായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ അവർക്ക് അത് കൊടുത്ത് പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാജാസ് ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഉദ്യോഗാർത്ഥികളെക്കാളും കൂടുതൽ PSC ആപ്പുകൾ നടത്തുന്ന വ്യക്തികൾക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം ഇതിനകത്തെ ഓരോ ക്ലാസ്സുകളും ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സയൻസ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം എന്താ പറയുക, നിലവാരത്തിൽ അത് വെച്ചാൽ ഒരു PSC ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ക്ലാസ്സുകളാണ് എന്നുള്ളത് ഉദ്യോഗാർത്ഥികളെക്കാൾ കൂടുതൽ ഈ അധ്യാപകർക്കറിയാം. അതായത് PSC കോച്ചിങ് സെൻറ്റർ നടത്തുന്നവർക്കറിയാം ഹാജാസ് ക്ലാസ്സസ് ഒരു പെർഫെക്റ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ ഹാജാസ് ക്ലാസ്സിൻ്റെ ഒരു വലിയൊരു ഡീമെരിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു തന്ത്രം ഇല്ല. മാർക്കറ്റിംഗ് ഇല്ല. അതായത് കുട്ടികളായ നിങ്ങളെ വിളിച്ചുകൊണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ എടുക്കൂ എന്ന് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കൊക്കെ ഈ സാധാരണ സ്പാമായിട്ടുള്ള ഇത് വിളിക്കുമല്ലോ, നിങ്ങളെ ഇങ്ങനെ ചുമ്മാ കിടന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ, ഓരോ കമ്പനികളൊക്കെ നിങ്ങളിങ്ങനെ വിളിക്കുന്നത് പോലെ നിങ്ങളെ അതുപോലെ വിളിക്കാൻ ഹാജാസ് ക്ലാസ്സസ് ഇന്ന് വരെയും മുതിർന്നിട്ടില്ല. ഒരു കുട്ടിയെ പോലും എൻ്റെ ആപ്ലിക്കേഷൻ എടുക്കൂ, ഞങ്ങളുടെ ക്ലാസ്സുകൾ എടുക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോള് പോലും ഇൻഡിവിജ്വലി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഏകദേശം 10,000-ൽ കൂടുതൽ കുട്ടികളുടെ PSC ഉദ്യോഗാർത്ഥികളുടെ നമ്പർ നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് അങ്ങനെ വിളിച്ചില്ല എന്ന് അവകാശപ്പെടുന്നത്. കാരണം ഒരു യഥാർത്ഥ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ വിളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അതൊരു ബിസിനസ്സാണ്. അപ്പം ഇപ്പോൾ ഒരു 10 പേരെ വിളിക്കുമ്പോൾ ഒരാളെങ്കിലും ഇതിനകത്ത് ആപ്ലിക്കേഷനിലേക്ക് വരും. അത് നമ്മുടെ പ്രേരണ കൊണ്ട്, നമ്മുടെ നിർബന്ധം കൊണ്ട്, എന്താ പറയുക, ഈ വിളി സഹിക്കാൻ വയ്യാതെയൊക്കെ എടുക്കുന്ന തരത്തിലായി പോകും എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെ ഇതുവരെയും ഞാൻ മുതിർന്നിട്ടില്ല. ഇനി അങ്ങോട്ട് എന്താവും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു വിഷു സമയത്ത് നിങ്ങൾക്കൊരു നല്ല കൈനീട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ക്ലാസ്സുകളുടെ ക്വാളിറ്റിയാണ് ഏറ്റവും ആദ്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ 2025 നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പരീക്ഷ. ഈ പരീക്ഷയുടെ ഫീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പല ആപ്ലിക്കേഷനിലും പല രീതിയിലാണ് ഇതിൻ്റെ ഫീസ് വാങ്ങുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനിൽ അതിൻ്റെ ഫീസ് വാങ്ങുന്നത് 25,000 രൂപയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഫീസാണ് നമ്മൾ പറയുന്നത്. ഈ ഫീസാണ് എല്ലാവരും വാങ്ങുന്നത്. ഒരു ആവറേജ് ഒരു 70% ആപ്ലിക്കേഷനുകളും ഈ ഫീസ് വാങ്ങുന്ന ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സുകളുമുണ്ട്, ഒരുപാടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട റാങ്ക് ഫയൽ ഇറക്കുന്ന എല്ലാവരുടെയും ക്ലാസ്സുകൾ എബോവ് 20,000 ആണ്. എന്നാൽ ഒരു 70-80% ആപ്ലിക്കേഷനുകളിലും ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 6,000 to 8,000 ആണ്. ഇതാണ് ഒരു സാധാരണ ഒരു സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. പ്രിലിംസിന് ഇത്, മെയിൻസിന് വേറെ വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു 50% അധ്യാപകരുടെ ക്ലാസ് ഏറ്റവും നല്ല നിലവാരമുള്ളതായിരിക്കും. കുറച്ച് അധ്യാപകരുടെ ക്ലാസ്സുകൾ മോശമാവാനും ആവറേജ് ക്ലാസ്സുകളും ഒക്കെ കിട്ടാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരു നിങ്ങൾക്ക് തൃപ്തിയല്ലല്ലോ. കാരണം ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതാൻ അത് വേണ്ട എന്ന് ചില ആൾക്കാരിന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ഹാജാസ് ക്ലാസ്സസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോഴ്സുകളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ LP UPയിലാണ് നമ്മൾ ഈ ബാച്ച് ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നല്ലൊരു ബാച്ച് തുടങ്ങി. ഏകദേശം 250ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ നിലവിൽ പഠിക്കുന്നുണ്ട്. 250-ൽ കൂടുതൽ കുട്ടികൾ, 250 തന്നെ കൂട്ടിക്കോ, അങ്ങനെ തന്നെ കൂട്ടിക്കോ, അത്രയും കുട്ടികൾ ഇപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് പഠിക്കുന്നുണ്ട്. ഒരിക്കലും അവർക്ക് കണ്ണടച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ണ് തുറന്നുകൊണ്ട് ഇത് മോശം ക്ലാസ്സാണ് എന്ന് ഒരിക്കലും അവർ പറയില്ല. അത്തരത്തിൽ അവരെ സാറ്റിസ്ഫൈപ്പിച്ച് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സിലബസ് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയിട്ടും തീർത്തിട്ടുണ്ട്. പ്രിലിംസ് മെയിൻസിൻ്റെ സിലബസ്
പരിപൂർണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഫീസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു 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 എന്താണ് നാണക്കേട് തോന്നും. ആ തരത്തിലാണ്. ഇതൊന്നും അല്ല എൻ്റെ ഫീസ്. 1999 രൂപയ്ക്കാണ് നമ്മൾ ഈ കോഴ്സ് ഇപ്പോൾ വിഷുക്കൈ നീട്ടമായി നൽകുന്നത്. നമ്മൾ ലോഞ്ചിങ് ഓഫറും ഇത് തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഫീസായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് 7,999 ആണ്. ഇപ്പോൾ നമ്മൾ ഈ വിഷുക്കൈ നീട്ടമായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് നമ്മൾ നൽകുന്നത് 60% കൂടുതൽ ഓഫറുമായിട്ടാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ജോയിൻ ചെയ്യണം എന്ന താല്പര്യമുള്ളവർ ഇന്നോ നാളെയോ മറ്റന്നാളോ 3 ദിവസമാണ് നമ്മൾ ഈ 50% ഓഫർ കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും അതേപോലെ തന്നെ ബെവ്കോയ്ക്കും അതുപോലെ തന്നെ VFAനും അങ്ങനെയുള്ള പരീക്ഷകൾക്കെല്ലാം തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ചെറിയ ഫീസിൽ. മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ചെറിയ ഫീസിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായും ക്ലാസ്സുകളും ചെറുതാണ് എന്ന് വിചാരിക്കും. ഇല്ല, നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾ ഇതിനകത്ത് പേയ്മെൻറ്റ് അടച്ചാൽ തന്നെ അപ്രോക്സിമേറ്റ് ഏകദേശം എന്ന് പറയാം, ഏകദേശം ഒരു 1500 വീഡിയോ ക്ലാസ് കിട്ടും. 1500 ഏറ്റവും നിലവാരമുള്ള ക്ലാസ്സുകൾ HD ലെവലിൽ നല്ല ക്വാളിറ്റിയോടെ ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല ഓഡിയോ ക്വാളിറ്റി, നല്ല വീഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് ഈ ക്ലാസ് കാണാൻ പറ്റും. 1500 വീഡിയോ ക്ലാസ്സുകളുണ്ട്. ഓക്കെ, നല്ല PDF നോട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള PDF നോട്ടുണ്ട്, സെറ്റായിട്ടുള്ള PDF നോട്ടുണ്ട്. എല്ലാ ടോപ്പിക്കിൻ്റെയും PDF നോട്ടുണ്ട്. മാത്സിന് നോട്ട് തരാൻ പറ്റത്തില്ല, ഇംഗ്ലീഷിനില്ല, ബാക്കി എല്ലാ സബ്ജക്റ്റുകളുടെയും PDF നോട്ട് കിട്ടും. GK ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അങ്ങനെയുള്ള ജോഗ്രഫി എല്ലാത്തിൻ്റെയും PDF നോട്ട് കിട്ടും. ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സാണ്. മോക്ക് ടെസ്റ്റിൻ്റെ ഡെയിലി എക്സാം ഉണ്ട്, വീക്ക്ലി എക്സാം ഉണ്ട്, പിന്നെ മാരത്തോൺ എക്സാം ഉണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള മോട്ടിവേഷനുണ്ട്, മെൻറ്റർ സെഷനുണ്ട്, ഇതെല്ലാം. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോൺ ചെയ്താൽ എടുക്കുന്നത് ഞാനായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും ഫീസ് കുറച്ച് ഇത്രയും നിലവാരമുള്ളൊരു ക്ലാസ് കൊടുക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഒരുപാട് ടീച്ചിങ് സ്റ്റാഫുകളൊന്നുമില്ല. ടീച്ചേഴ്സ് എല്ലാം എന്താ പറയുക, അവർ പ്രൈവറ്റായിട്ട് വന്ന് പഠിപ്പിക്കുന്നു, അവർ കാശ് വാങ്ങുന്നു, പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഇതൊന്നുമില്ല. കാരണം ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓൺ പ്രോപ്പർട്ടി തന്നെയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വേറെ വാടകയോ ശമ്പളമോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇത് അവിടെ എല്ലാം അതെല്ലാം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് ഫീസ് കൂടേണ്ടി വന്നേനെ. ഫീസ് കൂടുതൽ മറ്റുള്ളവർ വാങ്ങുന്നതിൻ്റെ കാരണം അതാണ്. കൂടുതൽ അവർക്ക് അധ്യാപകർക്ക് ശമ്പളം കൂടി, പെർമനൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിർത്തുമ്പോഴത്തേക്ക് അവർക്ക് സാലറി കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഇത് കൂടുതൽ ഫീസുകളിലേക്ക് പോവേണ്ടി വരുന്നത്. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് KTETൻ്റെ ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കുറച്ച് ക്ലാസ്സുകൾ തുടങ്ങാൻ പോകുന്നു. വളരെ സന്തോഷകരമായ വാർത്ത. ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ പരാതി, വളരെ എന്താ പറയുക, നമുക്കറിയാം ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് തള്ളിമറിക്കലുകൾ നടക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. അവിടെ അവർ പറയുന്നുണ്ട്, ഞങ്ങളാണ് ആദ്യമായി 1 രൂപയ്ക്ക് ക്ലാസ് കൊടുക്കുന്നത് എന്ന്. അല്ല, 1 രൂപയ്ക്ക് ആദ്യമായി ക്ലാസ് കൊടുക്കുന്നത് ഹാജാസ് ക്ലാസ്സസ് ആണ്. അത് നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ തുറന്ന് പരിശോധിച്ചാൽ വ്യക്തമാവും. ആദ്യമായി കേരളത്തിൽ ആദ്യമായി 1 രൂപയ്ക്ക് ക്ലാസ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ നമ്മുടേതാണ്. പക്ഷേ ഇന്നലെ ഞാൻ നമ്മുടെ ആപ്ലിക്കേഷനിൽ 1 രൂപയ്ക്ക് ക്ലാസ് നമ്മുടെ ആ തമ്പനയിൽ മാറ്റിയപ്പോൾ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനലിൽ 1 രൂപയ്ക്ക് ഞങ്ങൾ ആദ്യമായി ക്ലാസ് നൽകുന്നു. ഇല്ല, ഒരിക്കലുമല്ല. 1 രൂപയ്ക്ക് ഈ 1 രൂപയ്ക്ക് ക്ലാസ് എന്നുള്ളത് നമ്മുടെ ആപ്ലിക്കേഷനിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ച്, മറ്റുള്ള ഈ ന്യൂ അഡ്മിഷൻസിനെല്ലാം അറിയാം. 1 രൂപയ്ക്ക് അവർ ക്ലാസ് കണ്ടിട്ടാണ് ഈ ആപ്ലിക്കേഷൻ എടുത്തത്. 1 രൂപയ്ക്ക് നിങ്ങൾ ക്ലാസ് കാണരുത്, എൻ്റെ ക്ലാസ് കാണരുത് എന്ന് ഞാൻ പറയും. കാരണം എന്തുകൊണ്ടെന്ന് അറിയാമോ? ആ 1 രൂപയ്ക്കുള്ള 50 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ നിമിഷം തന്നെ നമ്മുടെ ഹാജാസ് ക്ലാസ്സിൻ്റെ ഏതെങ്കിലും ഒരു ബാച്ച് നിങ്ങൾ എടുക്കും, ഉറപ്പായിട്ട് എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ആ 1 രൂപയുടെ ക്ലാസ് കാണരുത്. അത് ഹിസ്റ്ററി എടുക്കുന്നതും ജോഗ്രഫി എടുക്കുന്നതും മാത്സ് സയൻസ് ഞാൻ തന്നെയാണ്. മാത്സ് സയൻസ് ഒരു കാരണവശാലും മറ്റൊരു ബെസ്റ്റ് ക്ലാസ് വരാൻ സമ്മതിക്കില്ല. ആ ലെവലിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അഥവാ അങ്ങനെ ഒരു ക്ലാസ് അങ്ങനെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ഞാൻ ഒന്നുകൂടെ റീമേക്ക് ചെയ്ത് അത് ചെയ്യും. കാരണം നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതിനേക്കാൾ മുന്നോട്ട് ഒരു ക്ലാസ് വരാനുള്ള ഒരു സാധ്യതയും ഹാജാസ് ക്ലാസ്സസ് ഉണ്ടാക്കില്ല. ക്ലാസ് ബെസ്റ്റാണ്, ഏറ്റവും ബെസ്റ്റാണ്. മാർക്കറ്റിംഗ് ടീമില്ല, മാർക്കറ്റിംഗ് തന്ത്രങ്ങളില്ല, തള്ളിമറിക്കലില്ല. വളരെ വ്യക്തമായി 1-2 കാര്യങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി മോർണിംഗ് ടീ എന്ന പേരിൽ നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്യാം.
3 വർഷങ്ങൾക്ക് മുമ്പ് മോർണിംഗ് ടീ രാവിലെ മോർണിംഗിൽ നിങ്ങൾക്കൊരു ക്ലാസ് നല്ല അടിപൊളിയായിട്ട് നിങ്ങളോടൊപ്പം ഉറക്കമെണീറ്റുകൊണ്ട് ഒരു മോർണിംഗ് ടീ എന്ന് പറയുന്ന ഒരു സെഷൻ ആരംഭിച്ചത് ഹാജാസ് ക്ലാസ് ആണ്. ഏകദേശം 50ഓളം പാർട്ടുകൾ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റീലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നതാണ്. നിങ്ങൾക്കറിയാം അന്ന് ഓരോ വീഡിയോസിനും 10K കൂടുതൽ വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വളരെ സജീവമായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങുകയാണ്. യൂട്യൂബിൽ നമ്മൾ പുതിയ സെഷൻസുകൾ ആരംഭിക്കുന്നു. ഒന്ന് മോർണിംഗ് ടീം ഒന്നുകൂടെ വരുന്നു. നമുക്കറിയാം ഈ വരാനിരിക്കുന്ന 2025 മുഴുവൻ പരീക്ഷകളും നേടിയെടുക്കാൻ നമുക്ക് എന്ത് വേണം? മലയാളം, ഇംഗ്ലീഷ്, മാത്സ് വേണം. ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് വേണ്ടിയിട്ട് നമ്മൾ 3 കിടിലം അധ്യാപകരെയാണ്. ഒന്ന് നമ്മുടെ ഇംഗ്ലീഷ് റിയാസ് സാറാണ്. റിയാസ് സാറ് MA ഇംഗ്ലീഷുകാരനാണ്, BEd കാരനാണ്. അദ്ദേഹം വളരെ ഗംഭീരമായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. റെഗുലറായി നമ്മുടെ യൂട്യൂബിനകത്ത് ക്ലാസ് വരുന്നുണ്ട്, മെം സെഷനകത്ത്. അതേപോലെ ഡോക്ടർ ഗീതുവാണ് മലയാളം എടുക്കുന്നത്. ഗീതു ടീച്ചറിൻ്റെ ക്ലാസ്സുകളാണ്, മലയാളത്തിൻ്റെ നല്ല ഗംഭീരമായ ക്ലാസ്സുകളാണ്. മാത്സ് ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ചേർന്നിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സ് കോമ്പിനേഷൻ്റെ 36 എപ്പിസോഡുകൾ ഇതുവരെയായി. വളരെ കുറവാണ് വ്യൂസ്, വളരെ 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 കുറവാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പം പൊതുവേ എല്ലാ യൂട്യൂബ് ചാനലുകളിലും വ്യൂ കുറവാണ്. അതൊന്നും അല്ല കാരണം. ഇപ്പോൾ നിയമനങ്ങൾ നടക്കുന്നില്ല എന്നൊരു ഒരു പറച്ചിലും ഒരു വിശ്വാസമൊക്കെ ഉദ്യോഗാർത്ഥികളുടെ ഇടയിലുണ്ട്. പിന്നെ ഓർഗാനിക്കായിട്ട് വളരെ ആത്മാർത്ഥമായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണ്. നമുക്കൊരു 300-400 വ്യൂസിനകത്തൊക്കെയാണ് ഓരോ വീഡിയോയ്ക്കും ഉള്ളത്. പരാതികളൊന്നും തന്നെ ഇല്ല. കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് വരണം എന്നും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ഈ 400 പേരും ഓർഗാനിക്കായിട്ടുള്ള സ്റ്റുഡൻറ്റുകളാണ്. അവർ റാങ്ക് വാങ്ങേണ്ടവർ തന്നെയാണ്. കാരണം ഇപ്പോൾ റെഗുലറായി കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരേ പാറ്റേണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ പിള്ളേരുണ്ട്. അത് മതി. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഈ സെഷൻ മുടങ്ങാതെ നമ്മൾ കൃത്യമായിട്ടും മെം സെഷൻ യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്സുകളെ വിലയിരുത്തുക, കാണുക. ക്ലാസ്സുകളുടെ ഡെപ്തും ക്ലാസ്സുകളുടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ നോളജും ഒന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. എത്രയൊക്കെ തന്നെ തള്ളിമറിച്ചാലും ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം നോളജ് ഉണ്ട്, അദ്ദേഹത്തിന് എത്രത്തോളം കണ്ടന്റ് ഉണ്ട് എന്നത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാം നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും ഉണ്ട്. ഇനി അപ്പോൾ 2 കാര്യങ്ങൾ അവകാശപ്പെടുന്നത്. ഒന്ന്, മോർണിംഗ് ടീ എന്ന് പറയുന്ന മോർണിംഗിലെ ക്ലാസ് ആദ്യമായി നിങ്ങളിലേക്ക് എത്തിച്ചത് ഹാജാസ് ക്ലാസ്സസ് തന്നെയാണ്. പഴയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാം ഇന്നും ആ മോർണിംഗ് ടീ എന്ന് പറയുന്നത് കാണുന്നുണ്ട്. കൂടുതൽ അത് തുടരണം സാർ എന്ന് പറയുന്നവരുണ്ട്. അതിനൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ആ ക്ലാസ്സുകൾ തുടങ്ങും. 1 രൂപയ്ക്ക് ആദ്യമായി, കേരളത്തിൽ ആദ്യമായി ഒരു 51 ക്ലാസ്സുകൾ ഇതൊക്കെ കൊടുത്തത് ഹാജാസ് ക്ലാസ്സസ് ആണ്. ഹാജാസ് ക്ലാസ്സസിലാണ് ആദ്യമായി PDF നോട്ട് കൊടുത്തത്. ആദ്യമായി PDF നോട്ട് അപ്ലോഡ് ചെയ്യുന്നതും ഹാജാസ് ക്ലാസ്സസിൽ തന്നെയാണ്. 100% ഹാജാസ് ക്ലാസ്സസിൻ്റെ തന്നെയാണ് ഒരു നേട്ടമാണ്. ആദ്യമായി PDF നോട്ട് കൊടുത്തു എന്നുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത്രയും ഫീസ് കുറച്ച് ഒരു ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ചെറിയൊരു ഫീസിൽ ആദ്യമായി ക്ലാസ്സുകൾ, അതിനുശേഷമാണ് പലരും ഫീസ് കുറയ്ക്കാൻ തുടങ്ങി. ഇത്രയും ഫീസ് കുറച്ച് ആരും ഇതുവരെ കോഴ്സ് കൊടുത്തിട്ടില്ല. വളരെ പ്രമുഖമായി നിൽക്കുന്ന ആപ്ലിക്കേഷനുകളിൽ പോലും 5 അക്കത്തിൽ കൂടുതലായിരുന്നു LP UPയുടെ ഒക്കെ ഫീസ്. ഞങ്ങളാണ് ആദ്യമായി വളരെ ചെറിയ ഫീസിൽ 3,999, പിന്നെ 2,500 രൂപയ്ക്കൊക്കെ കോഴ്സുകൾ കൊടുത്ത് അങ്ങനെയാണ് മറ്റുള്ളവരും ഫീസിൻ്റെ കുറയ്ക്കാൻ തുടങ്ങി. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഈ കുട്ടികൾക്ക് നല്ല ക്ലാസ്സുകൾ, ഏറ്റവും നിലവാരമുള്ള ക്ലാസ്സുകൾ നൽകിയത്. ഇനി നമ്മുടെ ആപ്ലിക്കേഷനിൽ PYQവിൻ്റെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ യൂട്യൂബിൽ നാളെ മുതൽ തുടങ്ങുകയാണ്. പിന്നെ സയൻസിൻ്റെ, നിങ്ങളേവരും കാത്തിരുന്ന സയൻസിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം. പീരിയോഡിക് ടേബിൾ എത്ര വ്യൂസ് ഉണ്ട്? 1 ലക്ഷത്തിൽ കൂടുതലുണ്ട്. വൈറ്റമിൻ എത്ര വ്യൂസ് ഉണ്ട്? 1 ലക്ഷത്തിൽ കൂടുതലുണ്ട്. ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്, ലെൻസ് ആൻഡ് മിററിൻ്റെ ക്ലാസ്, ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ക്ലാസ്, ബലത്തിൻ്റെ ക്ലാസ്, ആസിഡുകളുടെ ക്ലാസ്, സയൻസിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും, ഹാർട്ട്, ലിവർ, ബ്രെയിൻ, ബ്ലഡ്, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളാണ്. അതിനെ നമ്മൾ റീമേക്ക് ചെയ്യുമ്പോൾ പുതിയ പോർഷൻസും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സയൻസ് എല്ലാം നമ്മൾ റീലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പുതുമകളോടെ, കൂടുതൽ നല്ല കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകളോടെ ഹാജാസ് ക്ലാസ്സസിൻ്റെ വീഡിയോസ് കൂടുതലായി നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നു. അതിന് പുറമെ നമ്മുടെ ടെലഗ്രാമിലൂടെ നിങ്ങൾക്ക് ഫ്രീ നോട്ട്
ഓക്കെ. ഫ്രീ നോട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഫ്രീ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ നോട്ട്. നവോത്ഥാനം, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി, ഇതെല്ലാം ഫ്രീ നോട്ട്. അത് ഉടൻ കിട്ടില്ല. അത് പ്രൂഫ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞ് അത് നമ്മളൊരു നല്ല പക്ക ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഫ്രീ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടെലഗ്രാമിൽ എല്ലാ ദിവസവും ടോപ്പിക് പരീക്ഷ നടക്കുന്നുണ്ട്. നിർബന്ധമായി നിങ്ങൾ ആ ടോപ്പിക് പരീക്ഷ എഴുതണം. ടോപ്പിക് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ടോപ്പിക് പരീക്ഷ മസ്റ്റായിട്ട് എഴുതുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമുക്ക് പഠിക്കാം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഹാജാസ് ക്ലാസ്സസിലെ ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു നമ്പറുണ്ട്. ഇത് എൻ്റെ നമ്പർ, എൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ തീർത്ത് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ഉറപ്പ് വരുത്തി ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇത് ഞാൻ പറയുന്നത് ഉത്തമ ബോധ്യം, നിങ്ങൾ ആപ്ലിക്കേഷൻ എടുത്തിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. നല്ല ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിനകത്ത് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. നല്ല അഡ്മിൻ പാനലുണ്ട്, അവർ നിങ്ങൾക്ക് കൃത്യമായി ടൈം ടേബിൾ തരും, കൃത്യമായ പരീക്ഷകൾ തരും, നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും അവർ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം. കിടില മെൻറ്റർഷിപ്പ് ആയിരിക്കും. ഓരോരുത്തരും മെൻറ്റർഷിപ്പ് ഉണ്ട് എന്നൊക്കെ അവകാശപ്പെടും. ഫോൺ വിളിച്ചാലൊന്നും 100 തവണ വിളിച്ചാലും എടുക്കത്തില്ല. അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫുകൾ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെയൊക്കെ ഒരുപാട് പേര്. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ ഫോൺ വിളിച്ചാൽ ഞാൻ തന്നെയായിരിക്കും. എത്ര പിള്ളേരുണ്ടെങ്കിലും ഞാൻ തന്നെ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ, പഠന സംബന്ധമായ, നിങ്ങളുടെ ഇപ്പോൾ എക്സാം സംബന്ധമായ കാര്യങ്ങൾ എന്ന് നടക്കും, അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, റാങ്ക് ലിസ്റ്റ് എവിടം വരെയായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല. പരീക്ഷയെ സംബന്ധിക്കുന്ന, ടോപ്പിക്കിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ എൻ്റെ ഉത്തരം തരും. അപ്പോൾ ഏവർക്കും സന്തോഷത്തിൻ്റെ, നന്മയുടെ, ഐശ്വര്യത്തിൻ്റെ വിശുദിനാശംസകൾ. കുറച്ച് ലേറ്റായി പോയി. അത് ഇന്നലെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആണ് ഒരല്പം ലേറ്റായി പോയത്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലിൽ നിങ്ങളുണ്ടാവണം, ഞാനും ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെയും നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പരിചയപ്പെടുത്തണം. അങ്ങനെ വളരാനാണ് എനിക്ക് ആഗ്രഹവും ആവശ്യവും. ഒരിക്കലും നിങ്ങൾ എൻ്റെ ആപ്ലിക്കേഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴാനോ അല്ലെങ്കിൽ നിങ്ങളോട് എന്താ പറയുക യാചിക്കാനോ ഒന്നും ഒരിക്കലും ഒരു അധ്യാപകന് വരാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന ക്ലാസ്സാണ്. വളരെ ചെറിയ ഫീസിൽ എടുക്കാൻ പറ്റുന്ന ക്ലാസ്സാണ്. ക്ലാസ് നിങ്ങളെ അത്ഭുതപ്പെടുത്തും, നിങ്ങളെ അതിശയിപ്പിക്കും. നിങ്ങളെന്താ പറയുക, ഇതൊരു അത്ഭുതം തന്നെയാണ് എന്ന് നിങ്ങൾ വാഗൊണ്ട് പറയുന്ന രീതിയിൽ, മനസ്സുകൊണ്ടല്ല വാഗൊണ്ട് പറയുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടും. ചെറിയ ഫീസാണ്. അതുകൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മനസ്സും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുക. നമുക്ക് ഈ പ്രാവശ്യം 2025 ഈ വിഷു നമുക്ക് നല്ലതിൻ്റെതാവട്ടെ, നന്മയുടേതാവട്ടെ, ഉറച്ച തീരുമാനത്തിൻ്റെതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാജാസ് ക്ലാസ്സിൻ്റെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.